such a blessed convention hitherto. ഇതുവരെയും അനുഗ്രഹീതമായ കൺവെൻഷൻ നാളുകൾ തന്നതിനാൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുകയാണ്. We thank God for all that God is going to do also today. അത് കൂടാതെ ഇന്ന് ദൈവം ചെയ്യുവാൻ പോകുന്നവയ്ക്ക് വേണ്ടിയും കൂടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. Shall we all praise God for that? നമുക്കതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord. സ്തോത്രം 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 Praise the Lord. സ്തോത്രം 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 സ്തോത്രം. As we meditate the word of God, may I put a question to you? ഈ വചനം ധ്യാനിക്കുന്നതോടുള്ളതായി ബന്ധത്തിൽ ഞാൻ മുമ്പേ നിങ്ങളുടെ മുൻപാകെ ഒരു ചോദ്യം വയ്ക്കുകയാണ്. Have you gone through in the recent past brokenness of your heart? ഈ അടുത്ത കാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയം തകർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടോ? If I ask to raise a hand, perhaps many of you may raise a hand. I would not ask to do that. അങ്ങനെയുള്ളവർ കൈകൾ ഉയർത്താൻ ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളിൽ മിക്ക പേരും കൈ ഉയർത്തും എന്ന് എനിക്കറിയാം എന്നതുകൊണ്ട് ഞാനിപ്പോൾ അതിന് ആവശ്യപ്പെടുന്നില്ല. Do you know why God permitted the brokenness of your heart? നിങ്ങളുടെ ഹൃദയം തകർന്നു പോകത്തക്ക അനുഭവങ്ങൾ ദൈവം എന്തിന് അനുവദിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ? You may be questioning God, why God is letting my heart break? എൻ്റെ ഹൃദയം ഇങ്ങനെ തകരാൻ ദൈവം എന്തിനിങ്ങനെ അനുവദിക്കുന്നുവെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദ്യം ചോദിച്ചു പോയിട്ടുണ്ടോ? Perhaps looking at the problems you faced, your heart maybe today maybe in a broken state also. നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളതായ അനുഭവങ്ങൾ നിമിത്തം ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഹൃദയം തകർന്ന നിലയിലായിരിക്കാം ഇരിക്കുന്നത്. Why God allows, a loving God allows to breaking of heart? സ്നേഹസമ്പൂർണനായ ദൈവം നമ്മുടെ ഹൃദയം തകരാനായിട്ട് എന്തിനിങ്ങനെ അനുവദിക്കുന്നു? In Psalm 51:17 we read, a broken and a contrite heart, O God, thou wilt not despise. 51-ാം സങ്കീർത്തനം 17-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, തകർന്നും നുറുകിയിരിക്കുന്നതായ ഹൃദയത്തെ നീ ഒരു നാൾ നിരസിക്കില്ല. Why God wants that our heart to be broken so that God will answer our prayer or respect our life? നമ്മുടെ ജീവിതത്തെ ദൈവം മാനിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരേണ്ടതിന് വേണ്ടിയും നമ്മുടെ ഹൃദയം തകരാൻ ദൈവം എന്തിന് അനുവദിക്കുന്നു? A broken and a contrite heart, O God, thou wilt not despise. തകർന്നു നുറുങ്ങിയിരിക്കുന്നതായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ലല്ലോ. Why God waits to answer our prayer till our hearts are broken? നമ്മുടെ ഹൃദയം തകരുന്നത് വരെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ ദൈവം എന്തിങ്ങനെ താമസിപ്പിക്കുന്നു? Why a loving God is allowing brokenness of heart? ഈ സ്നേഹവാനായ ദൈവം ഹൃദയം തകരുന്ന അനുഭവം എന്തിനിങ്ങനെ അനുവദിക്കുന്നു? Not, beloved ones, a loving God does not want your heart and my heart is broken. പ്രിയരെ, സ്നേഹവാനായ ദൈവം നിങ്ങളെയോ എൻ്റെയോ ഹൃദയം തകർന്നു പോകാൻ ഒരിക്കലും ഇച്ഛിക്കുന്നില്ല. Then why God permits it? അങ്ങനെയെങ്കിൽ പിന്നെ ദൈവം എന്തിനു അനുവദിക്കുന്നു? If I give a sweet juicy mango to Pastor Jacob, ഞാൻ വളരെ മധുരമുള്ള മധുരരസം നിറഞ്ഞ ഒരു പഴുത്ത മാങ്ങ ഞാൻ ജേക്കബിന് കൊടുക്കുന്നു എന്നിരിക്കട്ടെ. Smell is very good and a golden color. നല്ല സുവർണ്ണ നിറം, നല്ല ആകർഷിക്കത്തക്കതായ ഗന്ധം. But when he takes a knife and cut it into pieces, he is shocked to see there are worms inside. ആ മാങ്ങ എടുത്ത് തിന്നുവാൻ ആശിച്ച് ഒരു കത്തി കൊണ്ട് മുറിച്ചപ്പോഴോ അതിനകത്ത് മുഴുവനും കൃമിയും പുഴുക്കളും. It is really rotten inside. അത് പുറമേ ഇങ്ങനെ കാണപ്പെട്ടെങ്കിലും അതിനകം മുഴുവനും പുഴുത്തു പോയിരുന്നു. But outside looking cannot be seen. Everything is so nice and good. എന്നാൽ ആ മാങ്ങ പുറമേ നോക്കിയപ്പോഴോ ഈ അകത്തുള്ളതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാണാൻ വളരെ മനോഹരമായിരുന്നു. Beloved ones, there are so many times that is the state of our heart, that like the juicy mango. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ തരത്തിലുള്ള ആ പഴുത്ത മാങ്ങ പോലെയുള്ള അവസ്ഥയിലായിരുന്നു
നമ്മളിൽ അനേകരും പലപ്പോഴും കാണപ്പെട്ടത്. We think we are quite all right. നാം ചിന്തിക്കുന്നത് നമ്മൾ ഏറെക്കുറെ എല്ലാം ശരിയാണെന്നാണ്. But when God one day will allow our heart to be broken, then we know what is in our heart. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ എന്തിരിക്കുന്നുവെന്ന് നാം തന്നെ അറിയേണ്ടതിന് വേണ്ടി ഒരു നാളിൽ നമ്മുടെ ഹൃദയം പൊട്ടി പിളരാൻ ദൈവം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. God knows what is in our heart. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടെന്ന് ദൈവത്തിന് സ്വതവേ അറിയാം. But we do not, many of us, we do not know what is in our heart. എന്നാൽ നമ്മളിൽ പലർക്കും നമ്മുടെ ഹൃദയത്തിലുള്ളെന്നും നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. Many years ago, before I joined the ministry, I went to Bombay to get a job. ശുശ്രൂഷയിൽ ഞാൻ ചേരുന്നതിന് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ബോംബെയിൽ ഒരു ഉദ്യോഗം തേടിപ്പോയി. And I went there, about 10 days passed by, I couldn't get any job. ഞാൻ അവിടെ പോയി 10 ദിവസങ്ങളോളം ഉപവസിച്ചു എന്ന് വരികിലും എനിക്ക് ഒരു ഉദ്യോഗം കിട്ടിയില്ല. I went around about 10 days looking for a job, I couldn't get. ഒരു ജോലിക്ക് വേണ്ടി 10 ദിവസങ്ങളോളം ഞാൻ പലയിടങ്ങളിലും ചുറ്റി നടന്നു, പക്ഷേ ജോലി കിട്ടിയില്ല. My money was almost spending on hotels and various other things. ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചും യാത്ര ചെയ്തും ഒക്കെ എൻ്റെ കയ്യിലുള്ളതായ പണം ഏറെക്കുറെ തീർന്നു. I did not know even a single person in Bombay. ആ ബോംബെ പട്ടണത്തിൽ ഒരൊറ്റ വ്യക്തിയെ പോലും എനിക്ക് പരിചയമില്ല. I had to move out soon out of the place where I was staying. അതുവരെ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേഗത്തിൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. No job, no money, no friends, no help, no accommodation. ഉദ്യോഗമില്ല, പണമില്ല, സ്നേഹിതരില്ല, സഹായിക്കാൻ ആരുമില്ല, താമസിപ്പാൻ സ്ഥലവുമില്ല. My heart was really broken. വാസ്തവമായും പറയട്ടെ, എൻ്റെ ഹൃദയം തകർന്നു പോയി. Even to get a place to sit down and pray, it was difficult. ഒന്ന് ഇരുന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ ഒരു ഇടം തേടിയാൽ അതും ലഭിക്കാൻ കഴിയുന്നില്ല. One night I found a little place to sit down and pray. ഒരു രാത്രിയിൽ ഒരു സ്ഥലം എനിക്കൊന്ന് ഇരുന്ന് പ്രാർത്ഥിപ്പാനായി ലഭിച്ചു. I started crying to the Lord for a job. ഞാൻ ഒരു ഉദ്യോഗത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിപ്പാൻ തുടങ്ങി. My heart was really broken. വാസ്തവമായ എൻ്റെ ഹൃദയം തകർന്നു പോയി. When my heart was broken, I could see what was in my heart. അന്ന് എൻ്റെ ഹൃദയം തകർന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അതുവരെയും എന്താണ് ഉണ്ടായിരുന്നത് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. Terrible pride. അതിഭയങ്കരമായ നിഗളം അതിനകത്ത്. I thought because I had some rubbish certificates, I thought through that I will get some good job. എൻ്റെ കയ്യിൽ കുറച്ച് യോഗ്യതാ പത്രങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതെല്ലാം വെറും കുപ്പ മാത്രമാണ്, അതുകൊണ്ടൊരു ജോലി കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. I had so many boastings. I knew little bit of Hindi, little bit of broken English, so I thought I will get a job. കുറച്ച് മുറി ഹിന്ദിയും മുറി ഇംഗ്ലീഷൊക്കെ അറിയാവുന്നത് കൊണ്ട് ജോലിയൊക്കെ കിട്ടുമെന്നുള്ളത് ഒരു ഭാവമാണ് എനിക്കുണ്ടായിരുന്നത്. I saw what was in my heart. എന്നാൽ അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ എന്തിരിക്കുന്നുവെന്ന്. I thank God for not giving me job. അപ്പോൾ എനിക്കൊരു ഉദ്യോഗം ഇതുവരെയും തരാതിരുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. Then I told the Lord, what I need is not a job. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവേ, എനിക്ക് ഇപ്പോൾ ആവശ്യം ഒരു ഉദ്യോഗമല്ല. This proud heart, Lord, you should change. ദൈവമേ, എന്റെ നിഗളമുള്ള ഹൃദയത്തിന് അങ്ങനൊരു മാറ്റം വരുത്തണമേ. I started weeping for my pride. ഞാൻ എൻ്റെ നിഗളത്തെ ഓർത്ത് അത് മാറിക്കിട്ടേണ്ടതിനായി കരയുവാൻ ആരംഭിച്ചു. How long I cried, I didn't know. എത്ര സമയം ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നുവെന്ന് ഒരു നിശ്ചയമില്ല. Earlier I was praying for job, nothing happening. എന്നാൽ അതിന് മുൻപ് ഒരു ഉദ്യോഗം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. But that night after I cried for my pride, I slept like a little baby that night. അന്ന് രാത്രിയിൽ എൻ്റെ നിഗളം നിമിത്തം ഞാൻ കരഞ്ഞ പ്രാർത്ഥിച്ചതിന് ശേഷമോ ഞാൻ സ്വസ്ഥതയുള്ളവനായി ഒരു ശിശുവിനെ പോലെ മയങ്ങി. Absolutely no burden about the job. ഉദ്യോഗത്തെ സംബന്ധിച്ചതായ ചിന്താഭാരമേ പൂർണ്ണമായും പോയിരുന്നു. Morning itself, the postman brings 2 interview letters. പിറ്റേ ദിവസം പ്രഭാതത്തിൽ പോസ്റ്റ്മാൻ വന്ന് 2 ജോലിക്കുള്ള ഇന്റർവ്യൂവിനുള്ള കാർഡാണ് കൊണ്ടു തന്നത്. Same day went for the interview and both places they selected, both places they asked me to come next day. അന്ന് ഞാൻ 2 ഇന്റർവ്യൂവിനും പങ്കെടുത്തു. 2 ഇന്റർവ്യൂവിലും ഞാൻ പാസ്സായി.
പിറ്റേ ദിവസം തന്നെ ജോലിക്ക് ചേർന്ന് കൊള്ളാൻ രണ്ടിടത്തുനിന്നും എനിക്ക് വാഗ്ദാനം ഉണ്ടായി. Then I had to decide which one I should choose. എനിക്ക് പിന്നെ ഉണ്ടായ വിഷമം ഈ രണ്ട് ജോലിയിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നായിരുന്നു. Beloved ones, that day I learned a great lesson. പ്രിയരെ, അന്ന് ഞാനൊരു വലിയ പാഠം പഠിച്ചു. When you have a desperate material need, that shows you have a deeper, desperate spiritual need. നിങ്ങൾക്ക് ഭൗതികമായ ഒരാവശ്യം സംബന്ധിച്ച നിരാശാജനകമായ ഒരു അവസ്ഥയുണ്ടെന്ന് വരികിൽ അതിനർത്ഥം ആത്മീകമായിട്ട് നിങ്ങൾക്കൊരു നിരാശാജനകമായ അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നുവെന്നാണ്. True, you say, I have got a mountain of debt. Mountain of I borrowed money debt. നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്കൊരു ഒരു മലയോളം വലിപ്പമുള്ള കടഭാരമുണ്ടെന്ന്. And interest is going up. അതിന്റെ പലിശയോ ദിനംപ്രതി ഉയർന്നുകൊണ്ടിരിക്കുന്നു. I am praying, but the debt is increasing. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ കടം വർദ്ധിക്കുന്നതേ ഉള്ളൂ. I don't know why God doesn't answer. ദൈവം അതിന് മറുപടി തരാത്തെന്നാണ് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. 20 years I am suffering with this sickness. 20 വർഷം കൊണ്ട് ഈ രോഗത്താൽ ഞാൻ കഷ്ടപ്പെടുന്നു. And now I am desperate. ഇപ്പോഴോ ഞാൻ ആശയറ്റ നിലയിലായി. Oh, my family problem is so great. എന്റെ കുടുംബ പ്രശ്നമോ വളരെ വലുതാണ്. Marriage problem is so great. എന്റെ ദാമ്പത്യ പ്രശ്നവും വളരെ വലുതാണ്. Oh, in my workplace a lot of problems. എന്റെ ജോലിസ്ഥലത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളാണ്. No, beloved ones, these are not the real problem. പ്രിയരെ, ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം. When you have a desperate material need, definitely you have a desperate spiritual need. ഏറ്റവും ദുരിതപൂർണമായ ഒരു ഭൗതിക ആവശ്യമാണ് നിങ്ങളുടെ മുൻപിൽ ഉണ്ടെന്ന് വരികില്ല, നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് ആത്മീകമായ ഏറ്റവും ദുരിതപൂർണമായ ഒരു ആവശ്യമുണ്ട് എന്ന് വെളിവാക്കുകയാണ്. But the sad to say, many children of God they are blind to the spiritual need. They only look at the material need and cry and pray. I need money, I need house, I need job, this and that. ദുഃഖകരെന്ന് പറയട്ടെ, അനേകരുടെയും ജീവിതത്തിലെ ആത്മീയമായ ആവശ്യങ്ങളെ അവർക്ക് ബോധ്യപ്പെടുന്നില്ല. അതിന് പകരമായിട്ട് അവരിരുന്ന് ഭൗതിക ആവശ്യങ്ങളിൽ ദുഃഖമുള്ളവരായി എനിക്കൊരു വീട് വേണം, എനിക്കൊരു ജോലി വേണം എന്നൊക്കെ കരഞ്ഞും നിലവിളിച്ചും കഴിച്ചു കൂട്ടുകയാണ്. When you really realize in the midst of your material need, when your heart is broken into pieces, God wants you to look deep into the heart and see the spiritual need. ഭൗതികമായ പ്രശ്നങ്ങളാലും ഭൗതികമായ ആവശ്യങ്ങളാലും നിങ്ങളുടെ ഹൃദയം തകർന്ന ഒരവസ്ഥയിലാണെന്ന് വരികിൽ ദൈവം ആ അവസ്ഥയിലേക്ക് വഴുന്നതിൻ്റെ ഉദ്ദേശ്യം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവം നോക്കുന്ന ആത്മീകമായ ആവശ്യമാണ്. So today you are sitting with a broken heart. ഇന്ന് ഇവിടെ നിങ്ങളൊരു തകർന്ന ഹൃദയത്തോടെ ഇരിക്കുകയാണല്ലേ. God was dealing with my pride. ദൈവം എൻ്റെ നിഗളത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നു. But God may be dealing with some other area of your spiritual life. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ മറ്റു ചില വിഷയങ്ങളിലായിരിക്കും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. You will really look in deep into your heart. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. You see worms breeding in that mango inside. ആ പഴുത്ത മാങ്ങായുടെ ഉള്ളിൽ കൃമികൾ ഇങ്ങനെ പുളയ്ക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. When you see your spiritual need, ഇതുപോലെ നിങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുമ്പോൾ, material needs, you don't need to pray. They will just follow you. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരികയില്ല, അത് താനേ വന്നു ചേരും. Surely goodness and mercy shall follow me all the days of my life. തീർച്ചയായും നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. You are wasting your time praying for money, praying for job, praying for your daughter's marriage, praying for this and that. പണം കിട്ടാൻ വേണ്ടി, വീട് കിട്ടാൻ വേണ്ടി, സന്താന ലബ്ധിക്ക് വേണ്ടി, മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചും കരഞ്ഞും സമയം നിങ്ങൾ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. True dear children of God, these are your desperate needs. പ്രിയരെ, നിങ്ങളുടെ ഏറ്റവും ദുരിതപൂർണമായ ആവശ്യങ്ങൾ ഇതൊക്കെ തന്നെയാണെന്ന് അറിയാം. But when your heart is broken, God wants to take you a deep look, a diligent look, and see there is something, a spiritual blessing God wants to give you. എന്നാൽ ഇതൊക്കെ നിമിത്തം നിങ്ങളുടെ ഹൃദയം പൊട്ടിപ്പുളരുമ്പോൾ അതിന്റെ ആഴത്തിലേക്ക് നിങ്ങൾക്ക് നോക്കുവാൻ ഇടയായി തീർന്നിട്ട് നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടെത്തുന്ന കാര്യം, ഇതിനേക്കാൾ ഉപരിയായി നിങ്ങൾക്ക് ഒരു വലിയ ആത്മീയ ആവശ്യമുണ്ട്. Some time ago I found I had a particular
affliction in my body. എൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേകമായ ക്ലേശം എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. I prayed that physical affliction was not going. എൻ്റെ ശരീരത്തിലെ ആ പ്രത്യേക കഷ്ടം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെങ്കിലും അത് പോകുന്നില്ല. And one day I became desperate. അങ്ങനെ ഒരു ദിവസം ഞാൻ ആകെ നിരാശയിലായി. എൻ്റെ ആശ നഷ്ടപ്പെട്ട നിലയിലായി. Desperate means I want urgently God to hear my prayer. തീർച്ചയായും എനിക്ക് സുഖം കിട്ടിയേ തീരൂ എന്നുള്ളതായ ഒരു നിർബന്ധിതമായ അവസരം ഞാൻ എത്തിച്ചേർന്നു. Lord, I really need a healing. കർത്താവേ, വാസ്തവമായി എനിക്കൊരു സൗഖ്യം കിട്ടിയേ തീരൂ. Because this has been continuing so long. ഞാൻ എത്രയോ ഈ അവസ്ഥയിൽ ഞാൻ എത്രയോ നാളുകൊണ്ടേ തുടരുന്നു. And because of that so many problems are there. ഇങ്ങനെയുള്ളതായ ശരീര ക്ലേശ നിമിത്തം പല പ്രശ്നങ്ങളും പുതുതായി വരുന്നുണ്ട്. One day as I was desperately praying, ഒരു ദിവസം ഞാൻ ഇങ്ങനെ നിർബന്ധിതമായ അവസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ, then the Lord showed me. ഉടനെ ദൈവം എനിക്കൊരു കാര്യം കാണിച്ചു തന്നു. You know that particular person who had this physical affliction, in your heart you despise that person. നിന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് പോലെയുള്ള ഇതേ ശരീര കഷ്ടമുള്ള ഇന്ന വ്യക്തിയെ നിനക്കറിയാമല്ലോ. അതേ ഈ കഷ്ടമുള്ള ആ വ്യക്തിയെ നിന്റെ ഹൃദയം കൊണ്ട് നീ ത്യജിച്ചു അല്ലെങ്കിൽ പുച്ഛിച്ചു. I realized, yes Lord, that was very true. അപ്പോൾ ഞാൻ പറഞ്ഞ, കർത്താവേ, അതൊരു വാസ്തവമാണ്. Please forgive me for despising that particular person with that affliction. അതേ ആ പ്രത്യേകമായ ശരീര കഷ്ടമുള്ള ആ വ്യക്തിയെ ഹൃദയം കൊണ്ട് തുച്ഛീകരിച്ചത് എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. Then the Lord healed me. ഉടനെ കർത്താവിനെ സൗഖ്യമാക്കി. Beloved ones, we all are in this earthen house or earthly house. പ്രിയരേ, നാം എല്ലാവരും ഈ മൺകൂടാരത്തിൽ പാർക്കുകയാണ്. You and I, we all have still so many weaknesses still to discover and to be sanctified. നിങ്ങളിലും എന്നിലും ഒട്ടേറെ ബലഹീനതകളുണ്ട്, ബലഹീന വശങ്ങളുണ്ട്. അത് പലതും ഇനിയും നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. But till you find that, you pray for your debt. Lord, I want to clear my debt. It may never ever be clear. എന്നാൽ അത് കണ്ടെത്തി പരിഹരിക്കുന്നത് വരെയും എനിക്ക് കടഭാരം ഉണ്ടെന്നൊക്കെയും പറഞ്ഞ് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. It may be some other thing. No, beloved ones, behind every material need there is a greater spiritual need. പ്രിയരേ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ഭൗതികമായ ആവശ്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പിന്നിൽ അതിനേക്കാൾ വലുതായ ആത്മീയമായ ചില ആവശ്യങ്ങളുണ്ട്. I know about a number of people who got into deep debt. They realized since they were born again, they were not faithful in giving money to God. പാപത്തിൽ ആഴമായി ജീവിച്ചിട്ട് പിന്നെ രക്ഷിക്കപ്പെട്ട ദൈവഭാഗത്ത് വന്നതിന് ശേഷം തന്നെ ദൈവത്തിന് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കാത്ത പല ആളുകളെ എനിക്ക് പരിചയമുണ്ട്. And after they started giving, wonderfully God cleared their debts. എന്നാൽ ദൈവത്തിനായി കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കാൻ തുടങ്ങുന്നതിന് ശേഷം അത്ഭുതകരമായി അവരുടെ വലിയ കടം പരിഹരിക്കപ്പെട്ടു. And there are people after everything is cleared, I will give it to God, and nothing may be cleared and never they may give anything to God. ഇങ്ങനെ കടഭാരങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാ മറ്റു ചില ആളുകൾ എല്ലാം ഒന്ന് നല്ല നിലയിൽ എത്തട്ടെ, പിന്നെ ദൈവത്തിന് കൊടുക്കാമെന്ന് കരുതി ഇരുന്നവരുടെ കാര്യമൊക്കെ പറഞ്ഞാൽ ഒരു കാലത്തോടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുമില്ല, ദൈവത്തിന് കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുമില്ല. In brokenness there is a blessing. പ്രിയരെ, തകർച്ചയിൽ ഒരു അനുഗ്രഹമുണ്ട്. When God is breaking your heart, you must know there is a great blessing to follow. ദൈവം നിങ്ങളെ തകർച്ചയിലേക്ക് നയിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ തകർച്ചയിലേക്ക് നയിക്കുന്നെങ്കിൽ അതിന് പിന്നാലെ ഒരു വലിയ അനുഗ്രഹം വരുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. Matthew 14:19 we read, and he commanded the multitude to sit down on the grass and took the 5 loaves and the 2 fishes, and looking up to heaven he blessed and broke and gave the loaves to his disciples and the disciples to the multitude. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 19-ാമത്തെ വാക്യം. പിന്നെ പുരുഷാരം മുന്നിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. So here we find Jesus took bread and broke. യേശു അപ്പം കയ്യിലെടുത്തിട്ട് അതിനെ നുറുക്കി എന്ന് നമ്മൾ കാണുകയാണ്. Although there are so many meanings for bread, for the time being let us take
that we are that bread. അപ്പത്തിന് പലവിധമായ അർത്ഥങ്ങൾ നമുക്ക് പറയാനുണ്ടെന്ന് വരികയും സമയപരിമിതി മൂലവും സന്ദർഭോചിതമായും ഈ അപ്പത്തെ നമ്മുടെ ജീവിതത്തോട് ഞാൻ ഉപമിക്കുകയാണ്. Looking up to heaven, he blessed and broke and gave. സ്വർഗത്തിലേക്ക് നോക്കി അതിനെ അനുഗ്രഹിച്ചു, അടുത്തതായി അപ്പം നുറുക്കി. Before breaking, what did Jesus do? യേശു നുറുക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്തത്? He blessed അവൻ അനുഗ്രഹിച്ചു and broke. അടുത്തതായി നുറുക്കി. And the way he broke, I think no one else in the world might have broken. താനത് നുറുക്കിയ ആ വിധം പറഞ്ഞാൽ നമ്മൾ ആര് തന്നെയും ആ വിധത്തിൽ നുറുക്കപ്പെട്ടിരിക്കുകയില്ല. No, none of us might have broken bread the way Jesus broke. യേശു നുറുക്കിയ വിധത്തിൽ നമ്മൾ ആരും ഒരിക്കൽ പോലും അപ്പം നുറുക്കേണ്ടി വന്നിരിക്കുകയില്ല, നുറുക്കിയിരിക്കുകയില്ല. When we break, say you take a loaf of bread, and when you are breaking it, you look to the bread and break. നിങ്ങൾ ഒരു അപ്പം എടുത്ത് നുറുക്കുകയാണെങ്കിൽ ആ അപ്പത്തെ നോക്കിയിട്ട് അതിനെ നുറുക്കുകയായിരിക്കും. But Jesus didn't look at the bread. എന്നാൽ യേശു നുറുക്കവേ അപ്പത്തെ നോക്കിയില്ല. He looked to heaven and then he broke the bread. അവൻ അപ്പം കയ്യിലെടുത്തിട്ട് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് അതിനെ നുറുക്കുകയായിരുന്നു. Did any of your sisters in the kitchen, did you break any time bread looking up there and like this? People will think you are a mad woman. അടുക്കളയിൽ ജോലി ചെയ്യുന്നതായ സഹോദരിമാർ ആരെങ്കിലും അപ്പം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് മുകളിലോട്ട് നോക്കി നുറുക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും കണ്ടാൽ മാനസികമായ പ്രശ്നമുണ്ടെന്നേ ചിന്തിക്കുകയുള്ളൂ. Jesus looked to heaven and blessed and broke the bread. എന്നാൽ യേശു സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ആ അപ്പത്തെ നുറുക്കി. I told you, you are that bread. ആ അപ്പം നിങ്ങളാണ്, ഞാൻ നിങ്ങളോട് നേരത്തെ ഓർപ്പിച്ചല്ലോ. Jesus took the bread. യേശു അപ്പം കയ്യിലെടുത്തു and blessed. അതിനെ അനുഗ്രഹിച്ചു. Then only he broke. അതിനെ തുടർന്നാണ് അവൻ അതിനെ നുറുക്കിയത്. Precious child of God, ദൈവത്തിന്റെ വിലയേറിയ പൈതലേ, if your heart is being broken, നിന്റെ ഹൃദയം അതേ തകർന്നുകൊണ്ടിരിക്കുകയാണ്. You are very precious to God. നീ ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. Don't be discouraged. ആകയാൽ അധൈര്യപ്പെടേണ്ട. Don't question God. ദൈവത്തോട് ചോദ്യം ചെയ്യേണ്ട. Lord, why you allow this problem, that problem to break my heart? എന്റെ ഹൃദയം ഇങ്ങനെ തകർന്നു പോകത്തക്കവണ്ണം ഈ പ്രശ്നങ്ങളും ആ പ്രശ്നമൊക്കെ എന്തിന് ദൈവമേ അനുവദിച്ചു എന്ന് ചോദിക്കേണ്ട. If your heart is broken, it's a good sign you are in the hand of Jesus. നിന്റെ ഹൃദയം ശരിയായ വിധം ദൈവത്താൽ തകർക്കപ്പെടുന്നവരികിൽ നീ അവന്റെ യേശുവിന്റെ കയ്യിലാണെന്ന കാര്യം ഓർത്തുകൊള്ളുക. And after Jesus blessed the bread, only he broke. യേശു മുമ്പേ അപ്പത്തെ അനുഗ്രഹിച്ചു, പിന്നീടാണ് നുറുക്കിയത്. Beloved child of God, if you are being broken, that is a sure sign you are a blessed person. പ്രിയ ദൈവവൈതലേ, നീ ദൈവത്താൽ നുറുക്കപ്പെടുന്നുണ്ടെന്ന് വരികിൽ അതുകൊണ്ട് അർത്ഥമാകേണ്ടതിന് നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാകുന്നുവെന്നാണ്. Listen, Jesus did not break the bread in the hand of the apostles, the disciples. വീണ്ടും ശ്രദ്ധിക്കുക, യേശു അപ്പം എടുത്ത മുമ്പേ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയല്ല ചെയ്തത്. After giving to them, he didn't break in their hand. അവരുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ കൊടുത്ത് അവിടെ വെച്ചുകൊണ്ടല്ല കർത്താവ് നുറുക്കിയത്. In his hand, not in the disciples' hand, in his hand he broke. ശിഷ്യന്മാരുടെ കയ്യിൽ വെച്ച് നുറുക്കുകയല്ല ചെയ്തത്, യേശു തന്നെ സ്വന്തം കയ്യിലെടുത്തതിനെ നുറുക്കി. So when you are broken, dear child of God, you are in the hand of God. നീ നുറുക്കപ്പെടുമ്പോൾ ദൈവവൈതലേ ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളുക, നീ ദൈവത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. You are precious to God, you are in the hand of God. നീ ദൈവത്തിന് വിലപ്പെട്ട വ്യക്തിയാണ്, നീ ദൈവത്തിന്റെ കയ്യിൽ തന്നെ കാണപ്പെടുകയാണ്. When you are being broken, നിങ്ങൾ ആരെങ്കിലും നുറുക്കപ്പെടുന്നെങ്കിൽ, the way Jesus broke, he looked to heaven and broke. യേശു അപ്പം നുറുക്കിയപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി നുറുക്കി. That means when you are being broken, അതിനർത്ഥം നീ എപ്പോഴെങ്കിലും നുറുക്കപ്പെടുന്നെങ്കിൽ, don't look to man thinking that man is breaking you. No. നീ ഏതെങ്കിലും ഒരു മനുഷ്യനെ നോക്കിയിട്ട് ആ മനുഷ്യനാണ് എന്നെ തകർക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട. Jesus, while breaking, he looked to heaven. യേശു അപ്പം നുറുക്കവേ സ്വർഗത്തിലേക്ക് നോക്കി. When you are being broken, look to heaven. നീ തകർക്കപ്പെടുമ്പോൾ അതുപോലെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊള്ളുക. Don't look to man and say that man is breaking me. No. ഏതെങ്കിലും മനുഷ്യരിലേക്ക് നീ കണ്ടുപതിച്ചിട്ട് ആ വ്യക്തിയാണ് നുറുക്കുന്നതെന്ന് പറയരുത്. Then God cannot make you a real blessing. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നിന്നെ ഒരു ശരിയായ അനുഗ്രഹപാത്രമാക്കി തീർക്കുവാൻ സാധ്യമല്ല. Jesus looked to heaven and broke the bread.
യേശു സ്വർഗത്തിലേക്ക് നോക്കി അപ്പത്തെ നുറുക്കി. When you are being broken, look to heaven. നീ തകർക്കപ്പെടുമ്പോൾ അതുപോലെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊള്ളുക. Then you will know there is a great blessing to follow. അങ്ങനെയെന്ന് വരികിൽ അതേ തുടർന്നൊരു വലിയ അനുഗ്രഹം വരുന്നുണ്ടെന്ന് നിനക്ക് ബോധ്യമാകും. After he broke the bread, അവൻ അപ്പത്തെ നുറുക്കിയതിന് ശേഷം then it was given to the disciples and multiplied and given to others. അതേ തുടർന്ന് ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു, പിന്നീട് പുരുഷാരത്തിന് വിളമ്പി കൊടുത്തു. After breaking, only the multiplication took place. അത് നുറുക്കപ്പെട്ടതിന് ശേഷമായാണ് അത് എണ്ണത്തിൽ വർധനമുണ്ടായത്. After breaking, only the bread became useful to all the people. ഈ അപ്പം നുറുക്കപ്പെട്ട ശേഷം അതിന്റെ എണ്ണം വർദ്ധിച്ച ശേഷമാണ് പുരുഷാരത്തിന് അത് ഉപയോഗപ്രദമായി മാറിയത്. That 5,000 people typify the whole world. 5000-ഓളം പുരുഷന്മാരെന്നത് മുഴുവൻ ലോകത്തിന്റെയും നിഴലാണ്. If that bread had not been broken, those 5 little loaves belonging to the little boy, that bread could only satisfy that little boy. 5 അപ്പം നുറുക്കപ്പെടാതെ ആ ചെറു ബാലന്റെ കയ്യിൽ തന്നെ ഇരുന്നു വരികില്ല. 5 അപ്പം ആ ചെറിയ ബാലനെ മാത്രമേ പോഷിപ്പിക്കുമായിരുന്നുള്ളൂ. After broken, it multiplied and became a blessing for all, and then there was 12 baskets full. എന്നാൽ അത് നുറുക്കപ്പെട്ടു, പിന്നീട് അത് എണ്ണത്തിൽ വർധനമുണ്ടായി. പിന്നീട് വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് എല്ലാവരെയും പോഷിപ്പിക്കുകയും 12 കൊട്ട ശേഷിപ്പിക്കുകയും ചെയ്തു. There is blessedness in brokenness. അതേ തകർച്ചയുടെ പിന്നിൽ ഒരു വലിയ അനുഗ്രഹമുണ്ട്. There is a great blessedness in brokenness. അതേ തകർക്കപ്പെടുന്നതിൽ വലിയ അനുഗ്രഹമുണ്ട്. But when you are broken, if you look at man, you will become bitter against them, you will get angry against them, and the plan of God will never be fulfilled in you. നിങ്ങൾ തകർക്കപ്പെടുന്നതായ വേളയിൽ മറ്റു മനുഷ്യരെ നോക്കിയിട്ട് അവരോട് കോപവും കയ്പുള്ളവരായി തീർന്നാൽ ദൈവത്തിന് വലിയ ഉദ്ദേശ്യം നിങ്ങളിൽ നിവർത്തിക്കപ്പെടുകയില്ല. This person is breaking me, that person is breaking me. എന്നെ ഈ വ്യക്തിയാണ് തകർക്കുന്നത്, ഇന്നാരാണ് എന്നെ തകർക്കുന്നത്. Jesus took in his hands. എന്നാൽ യേശു അപ്പം കയ്യിലെടുത്തു. And then before breaking, he looked to heaven. അതിനെ നുറുക്കും മുമ്പേ അവൻ സ്വർഗത്തിലേക്ക് നോക്കി. And then he blessed the bread. അതേ തുടർന്ന് അവൻ ആ അപ്പത്തെ അനുഗ്രഹിച്ചു. That bread might have been very small because he took all the 5 loaves in the hand, so it might have been small loaves. 5 അപ്പവും കൊണ്ട് ഒന്നിച്ചു ചേർത്ത് കയ്യിൽ പിടിച്ചു എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ ആ അപ്പം വളരെ തീരെ ചെറുതായിരിക്കണമല്ലോ. So just imagine how it could multiply and give to so many people. എന്നാൽ അത്ര ചെറുതായ അപ്പം ഇത്രമാത്രം എണ്ണത്തിൽ വർദ്ധിക്കുകയും ഇത്രയേറെ ജനത്തിന് അത് ഭക്ഷണമായി തീർന്നുള്ളതും അനുമാനിച്ചു നോക്കുക. Beloved ones, God wants that we may become a blessing to the whole world. പ്രിയരേ, നാം മുഴുവൻ ലോകത്തിന് ഒരു അനുഗ്രഹ മുഖാന്തരമാകണം ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നു. And before we become a blessing to the whole world, God wants a brokenness in us. മുഴുവൻ ലോകത്തിനും അനുഗ്രഹമായി മാറും മുമ്പേ നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച ദൈവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. There is a great divine purpose in breaking us. അതെ, നമ്മളെ തകർക്കുന്നതിൽ ദൈവത്തിന് ദിവ്യമായ ഉദ്ദേശ്യമുണ്ട്. In Job chapter 16 verse 14 we read, God breaketh me with breach upon breach. യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യോബ് പറയുന്നു, അവൻ എന്നെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. So read it. അവൻ എന്നെ ഇടിച്ചിടിച്ച് തകർക്കുന്നു. He breaketh me with breach upon breach. So why God was breaking him breach upon breach? ദൈവം യോബിനെ ഇടിച്ചിടിച്ച് തകർക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്താണ്? In the first chapter we all know God himself gave a good certificate about Job. There was no greater saint than Job in that whole world during that time. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, യോബ് ജീവിച്ചിരുന്ന കാലത്ത് ലോകത്തിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായ വിശുദ്ധനായിരുന്നു യോബെന്ന് ദൈവം തന്നെ സാക്ഷ്യം കൊടുത്തിരിക്കുകയാണ്. But that man here, look at the way God was breaking him. അങ്ങനെയുള്ളതായ മനുഷ്യനെ ഇപ്പോൾ നോക്കുക, ദൈവം തകർത്തുകളയാണ്. Why did God break him? ദൈവം എന്തിനവനെ തകർക്കുന്നു? The answer is in Job chapter 23 verse 16. God maketh my heart soft. യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ അവൻ പറയുകയാണ്, ദൈവം എൻ്റെ ഹൃദയം മൃദുലമാക്കി. God wants to make your heart and my heart
soft. നിങ്ങളുടെയും എൻ്റെ ഹൃദയം മൃദുലമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. But you may ask the question, Job was such the greatest saint of that earth, was not his heart soft? എന്നാൽ അന്ന് ജീവിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആ വിശുദ്ധന്റെ ഹൃദയം മൃദുലമായിരുന്നില്ലേ നിങ്ങൾ ചോദിച്ചേക്കാം. It might have been soft, but not soft to the standard, high standard of God. അത് മൃദുലമായിരുന്നിരിക്കണം, പക്ഷേ വലിയവനായ ദൈവത്തിന്റെ ഉന്നതമായ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം മൃദുലമായിരുന്നില്ല. Why God want to make his heart soft? ആ ഹൃദയം മൃദുലമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിന് In വേണ്ടിയാണ്. 42nd chapter we read, so that he may see God. 42-ാം സങ്കീർത്തനത്തിൽ നാം Sorry, Job chapter 42. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തെ ദർശിക്കേണ്ടതിന് വേണ്ടി, So that he may have the double portion from God. അഥവാ ദൈവത്തിൽ നിന്ന് അവന് ഇരട്ടി പങ്ക് പ്രാപിക്കേണ്ടതിന് വേണ്ടി. Precious child of God, do you have a soft heart? ദൈവത്തിന് വിലയേറിയ പൈതലേ, നിനക്കൊരു മൃദുലമായ ഹൃദയമുണ്ടോ? How do you know you have a soft heart? നിനക്കൊരു മൃദുലമായ ഹൃദയം ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? When you see others have problems and burdens, you forget your problems and take burden to pray for them. That shows you got compassion, a heart of compassion. ഇതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഭാരങ്ങളും വരുന്നത് കാണുമ്പോൾ അത് കണ്ടിട്ട് നിന്റെ ഹൃദയം തകരുകയും നിന്റെ സ്വന്തം പ്രശ്നങ്ങളെ മറക്കുകയും അവരോട് സഹതാപവും മനസ്സിലുള്ളവരായി തീർന്നിട്ട് നിന്റെ പ്രശ്നം മറന്ന് അവരുടെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായി തീരും. That is what we find about Job. ഇതാണ് യോബിനെ കുറിച്ച് നാം കാണുന്നത്. After God broke his heart and his heart became soft, then what next happened? യഹോവ അവന്റെ ഹൃദയത്തെ തകർത്ത് അത് മൃദുലമായി തീർന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? He prayed for his friends who were reproaching him, his miserable friends. He prayed for them. അവനെ ആ നിമിഷം വരെയും നിന്ദിച്ചു പരിഹസിച്ചുകൊണ്ടിരുന്നതായ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്. The ones who questioned him, the ones who thought that you are wicked and therefore God's punishment came upon you, for them he prayed. അവന്റെ ഭക്തിയെ ചോദ്യം ചെയ്തവരായി, നിനക്ക് ഈ കഷ്ടങ്ങളൊക്കെ വന്നത് നിന്റെ ദുഷ്ടത നിമിത്തം ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് വാദിച്ചവരായ അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. He wanted that they may be blessed. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ അവൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. That is a compassionate heart. അതാണ് സഹതാപമുള്ള മനസ്സലിവുള്ള ഹൃദയം. The people who persecuted you and your enemies, when they become sick and weak and say he is learning a lesson, I want to tell you, your heart is harder than a rock. നിന്നെ ഉപദ്രവിച്ചവരും നിന്റെ ശത്രുക്കളുമായ ആളുകൾക്ക് കഷ്ടവും രോഗവും വേദനയും വരുന്നതായ വേളയിൽ നീ ഇരുന്ന് പറയുകയാണ്, അല്ല അവൻ അങ്ങനെ തന്നെ വരണം, അത് ശിക്ഷയാണെന്ന് പറയുന്നെങ്കിൽ നിന്റെ ഹൃദയം പാറ പോലെ കഠിനമാണ്. Because God is loving you, a real breaking God will allow in your life. അങ്ങനെയുള്ള നിന്നെ ദൈവം സ്നേഹിക്കുന്നതിനാൽ നിന്റെ ഹൃദയം തകരുന്നതിന് വേണ്ടി ദൈവം ഒരു തകർച്ച അനുവദിക്കുകയാണ്. Today when you find your enemies are in trouble and difficulty, sickness, do you feel a real compassion to cry and pray for them? നിന്റെ ശത്രുവായ വ്യക്തി രോഗത്തിലും കഷ്ടത്തിലും ബുദ്ധിമുട്ടിലിരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് അവരെ കണ്ടിട്ട് അവർക്ക് വേണ്ടി ദൈവത്തോലോ നിലവിളിക്കാനുള്ള ഒരു സഹതാപമുള്ള ഹൃദയമുണ്ടോ? If you don't have that one, beloved ones, you have to admit you don't have a soft heart. പ്രിയരെ, അങ്ങനെ ഒരു സഹതാപമുള്ള ഹൃദയമില്ലെങ്കിൽ ദൈവത്തിന് സമ്മതിക്കുക, ദൈവമേ എൻ്റെ ഹൃദയം മൃദുലമല്ല. Remember, dear children of God, our God is expert in breaking the heart and our God is expert in healing the heart. പ്രിയരെ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം, നമ്മുടെ ദൈവം ഹൃദയത്തെ തകർക്കുവാൻ വളരെ വിദഗ്ധനാണ്, അതുപോലെ തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാനും അതിവിദഗ്ധനാണ്. God knows what type of heart you and I have. നിങ്ങൾക്കും എനിക്കുമുള്ള ഹൃദയം എങ്ങനെയുള്ളതെന്ന് ദൈവത്തിന് അറിയാം. If your heart is very hard, and the instrument God will use to break your heart also will be very hard. നിങ്ങളുടെ ഹൃദയം വളരെ കഠിനമാണെന്ന് വരികയില്ല, ആ ഹൃദയത്തെ തകർക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണവും വളരെ കട്ടിയുള്ള കഠിനമായ ഉപകരണമായിരിക്കും. We read in Isaiah chapter 28, please read verse 27 and 28, that God is using different instruments to bruise different type of
corns or grains. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ വിവിധ രീതിയിലുള്ളതായ ധാന്യങ്ങളെ മെതിച്ചെടുക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ളതായ ആയുധങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി കാണുന്നു. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുകയത്രേ ചെയ്യുന്നത്. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലല്ലോ. അവൻ അതിനെ ചതച്ചു കളയുകയില്ല. So here we find hard type of corns. Some iron instruments have to be used. Hard instruments have to be used. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കട്ടിയുള്ള ധാന്യങ്ങൾ മെതിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ കഠിനമായ ആയുധങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ്. But cummins and pitches are very small, weak grains. എന്നാൽ കരിഞ്ജീരകവും ജീരകവും ഒക്കെ വളരെ ലോലമായ മൃദുവായ ധാന്യങ്ങളാണ്. It doesn't need a cartwheel to the big steel cartwheel does not need to go crushing it. വണ്ടിയുടെ ആ വലിയ ചക്രം ഈ ജീരകത്തിന്മേൽ കയറ്റി മെതിക്കേണ്ടതായ ആവശ്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? Because these cummins and pitches are small, very thin. Any small instrument is enough. കാരണം ഈ ജീരകമൊക്കെ വളരെ ചെറിയ ഒരു വസ്തുവാകിയാൽ അത് മെതിച്ചെടുക്കാനായിട്ട് വളരെ ചെറിയ ആയുധങ്ങൾ മാത്രം മതി. Cartwheel need to be used for something very hard, difficult stuff. എന്നാൽ കട്ടിയുള്ള മെതിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായ ധാന്യങ്ങളെ മെതിച്ചെടുക്കുവാൻ അതിന് മെതിവണ്ടി ആവശ്യം, അതിന് ചക്രങ്ങളും ആവശ്യം. God knows what type of instrument needed to crush your heart and my heart. ചുരുക്കത്തിൽ നിങ്ങളുടെ എൻ്റെ ഹൃദയം തകർക്കുന്നതിന് എത്തരത്തിലുള്ളതായ ആയുധങ്ങൾ വേണമെന്നുള്ളത് ദൈവത്തിന് അറിയാം. If you have got a hard heart, നിങ്ങളുടെ ഹൃദയം അതീവ കഠിനമാണെങ്കിൽ everyone around you will be hard on you. നിങ്ങൾക്ക് ചുറ്റുമുള്ളതായ വ്യക്തികളും നിങ്ങൾക്ക് അതിനേക്കാൾ കഠിനമുള്ള ആയുധങ്ങളായി കാണപ്പെടും. If you find your husband is very hard on you, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് അതികഠിനനായി പെരുമാറുന്നു നിങ്ങൾ പറയുന്നെങ്കിൽ, don't blame your husband. ഭർത്താവിനെ കുറ്റപ്പെടുത്തേണ്ട. You got a very hard heart. നിങ്ങൾക്ക് അതികഠിനമായ ഹൃദയമാണ് ഉള്ളത്. So your husband needs to be a cartwheel to crush you. ആകയാൽ അതികഠിനമായ ഹൃദയമുള്ള നിന്നെ മെതിച്ചെടുക്കുവാൻ നിന്റെ ഭർത്താവാകുന്നതിന് മെതിവണ്ടിയുടെ ആവശ്യമുണ്ട്. Husbands also may have the same problem. ഭർത്താക്കന്മാർക്കും ഇതേ പ്രശ്നമാണുള്ളത്. You think that your wife is all the time nagging you. നിങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നാണ്. No, you got a hard heart. അല്ല, നിങ്ങൾക്ക് വളരെ കഠിനമായ ഹൃദയമുണ്ട്. അതുകൊണ്ടത്രേ that is why God graciously gave you a wonderful wife. ആകയാൽ നിങ്ങളെ മെതിച്ചെടുക്കാൻ വേണ്ടി ദൈവം തന്റെ കൃപയാൽ വളരെ വിശേഷിക്കപ്പെട്ട ഒരു ഭാര്യയെ തന്നിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Everybody didn't say hallelujah. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞില്ലെന്ന് തോന്നുന്നല്ലോ. Hallelujah. ഹല്ലേലൂയ. Thank you very much. God knows the state of our heart. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതെന്ന് ദൈവം അറിയുന്നു. If you got a stubborn heart, everybody in the family, you say everybody is stubborn. നിങ്ങൾക്ക് വളരെ മത്സരമുള്ള ഒരു ശാഠ്യഹൃദയമാണ് ഉള്ളതെന്ന് വരികില്ല. നിങ്ങളുടെ വീട്ടിലുള്ളതായ കുടുംബാംഗങ്ങൾ എല്ലാം ഇതുപോലെ ശാഠ്യക്കാരായിരിക്കും. Don't pray, Lord, change my husband. എന്റെ ഭർത്താവിനൊരു മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കേണ്ട. Don't pray to change my wife. എന്റെ ഭാര്യയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കേണ്ട. Don't pray to change my mother-in-law and daughter-in-law, etc. എന്റെ അമ്മായിയമ്മയെ എന്റെ മരുമകളെ ഒന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. That is God's business. You don't need to do what God has to do. അവരെ മാറ്റേണ്ടത് ദൈവത്തിന്റെ വിഷയമാണ്. ദൈവം ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾ തലയിടേണ്ട ആവശ്യമില്ല. In the right time, God will do it. ദൈവം ചെയ്യേണ്ടത് ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്തുകൊള്ളും. What God wants to do in your heart and my heart, that we may be changed. നിങ്ങളുടെ എൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടാകണം ദൈവം ആഗ്രഹിക്കും ചോദിച്ചാൽ നമുക്കൊരു മാറ്റം വരേണം. Pastor Paul used to say, പാസ്റ്റർ പോൾ അടിക്കടി പറയാറുണ്ടായിരുന്നു, if anybody is disobeying me, I don't need to blame that person, because when I examine, I could see there are times I didn't obey God. ആരെങ്കിലും എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിന് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തെ ഞാൻ ശോധന ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും ദൈവത്തോട് ഞാൻ ഇതുപോലെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്.
if somebody is mocking you and rejecting you, ആരെങ്കിലും നിങ്ങളെ നോക്കി പരിഹസിക്കുകയും നിങ്ങളെ തുച്ഛീകരിക്കുകയും ചെയ്യുന്നെങ്കിൽ don't get bitter against them. അവർക്ക് എതിരെ നിങ്ങൾക്ക് കയ്പുണ്ടാകേണ്ട ആവശ്യമില്ല. There are times we despised and we rejected others, and God allows that to happen. ഇതുപോലെ പല സന്ദർഭങ്ങളിലും നാം മറ്റുള്ളവരെ പരിഹസിക്കുകയും വളരെ തുച്ഛീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങനെ അനുഭവം നമുക്ക് ഉണ്ടാകാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത്. The problem that is outside you see is the reflection, echo of the problem you have inside. ചുരുക്കത്തിൽ നിങ്ങൾക്ക് പുറമേയുള്ളതായ പ്രശ്നങ്ങൾ ഒക്കെയും നിങ്ങളുടെ ഉള്ളിലുള്ളതായ പ്രശ്നങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥയുടെ ഒരു പ്രതിഫലനവും അതിന്റെ ഒരു പ്രതിധ്വനിയുമാണ്. We see an example about in the Old Testament Joseph. പഴയ നിയമകാല വ്യക്തിയായ ജോസഫ് നമുക്കൊരു ഉദാഹരണമാണ്. We know Joseph's brothers were very hard on Joseph. Joseph's brothers were very hard on Joseph. ജോസഫിന്റെ സഹോദരന്മാർ അവനോട് വളരെ കഠിനമായി പെരുമാറി നമുക്കറിയാമല്ലോ. And after many years, അനേക വർഷങ്ങൾക്ക് ശേഷം they went to buy corn in Egypt in famine. അവർ ക്ഷാമം വന്നപ്പോൾ ധാന്യം കൊള്ളേണ്ടതിനായിട്ട് മിസ്രൈമിലേക്ക് ചെന്നു. Then the governor was very hard on those brothers. അവിടെ ചെന്നപ്പോഴോ ഇതിന്റെ എല്ലാം അധിപതിയായ ഗവർണർ അവരോട് വളരെ കഠിനമായിട്ട് പെരുമാറി. They started, the governor started dealing very roughly with them. അവിടുത്തെ ആ അധിപതി അവരോട് വളരെ പരുക്കനായിട്ട് പെരുമാറി. And one of the brethren, Simon, that governor bound. അത് കൂടാതെ അവരിൽ ഒരു സഹോദരനായ ശിമോനെ അധിപതി തടവിലാക്കുകയും ചെയ്തു. They did not know that governor was their own brother Joseph. They did not know that. അവർ ആ സമയത്ത് ആ അധിപതിയായ വ്യക്തി തന്റെ സ്വന്തം സഹോദരനായ ജോസഫ് ആണെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ. Then you know, when the governor was very hard on them, you know what did they say? അവരോട് ഈ അധിപതി വളരെ കഠിനമായി പെരുമാറുന്ന കണ്ടപ്പോൾ അവർ തമ്മിൽ എന്താണ് പറഞ്ഞതെന്നോ? They whispered and told, many years ago we were very hard on our brother Joseph. That is why God allowed this. അവർ അന്യോന്യം സ്വകാര്യമായിട്ട് പറയുകയാണ്, നമ്മൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരനായ ജോസഫിനോട് അതെ വളരെ ദയയില്ലാതെ കഠിനമായി പെരുമാറിയില്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിത് നേരിട്ടിരിക്കുന്നത്. Of course they did not realize Joseph could understand that language. ഇവർ തമ്മിൽ പറയുന്ന ഈ എബ്രായ ഭാഷ ജോസഫ് മനസ്സിലാക്കുന്നവർ ധരിച്ചില്ലല്ലോ. Beloved ones, that is the correct attitude we should have. പ്രിയരെ, നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ശരിയായ മനോഭാവം ഇതായിരിക്കട്ടെ. If somebody is hard on me, it's because how many times I have been hard on others. ആരെങ്കിലും എന്നോട് വളരെ കഠിനമായ ഒരു നിലപാടെടുക്കുന്നെങ്കിൽ ഇതുപോലെ ഞാനും ഇതിനു മുൻപ് പലരോടും ഒരു കഠിന നിലപാടുള്ളവനായി മാറിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. If somebody is troubling me, rather than getting bitter against how many times I troubled others. എനിക്ക് മറ്റുള്ളവരോട് കയ്പ് തോന്നത്തക്കവണ്ണം എന്നെ പലരും വിഷമിപ്പിച്ചെന്ന് വരികയില്ല. അതിനർത്ഥം ഞാൻ മുൻപ് പലരെയും വിഷമിപ്പിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ്. We must take the moral responsibility of the actions of others towards us upon ourselves. ചുരുക്കത്തിൽ നമ്മുടെ നേരെയുള്ള മറ്റുള്ളവരുടെ എല്ലാ വിരോധ പ്രവൃത്തികൾക്കും ഉള്ള ധാർമ്മിക ഉത്തരവാദിത്വം നാം തന്നെ ഏറ്റെടുക്കുക. Even in your company, in the office, somebody maybe your boss or subordinate may be very hard on you. നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ കീഴുദ്യോഗസ്ഥന്മാരോ നിങ്ങൾ വളരെ കഠിനമായി പെരുമാറുന്നുണ്ടായിരുന്നേക്കാം. Don't blame that person. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട. Your heart is broken. നിങ്ങളുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു. You examine and see what is the reason. അതിന് കാരണം എന്താണെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്ത് കണ്ടുപിടിച്ചു കൊള്ളുക. Then we will find so many worms breeding in our heart. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വളരെ കൃമികൾ ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. When the psalmist prayed, create in me a clean heart, O God, and renew a right spirit within me. അപ്പോൾ നമുക്ക് സങ്കീർത്തനക്കാരോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. God allows breaking to change us. നമ്മുടെ ജീവിതത്തിൽ തകർച്ച ദൈവം അനുവദിക്കുന്നത് നമ്മളെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ്. We read in the word of God, the vessel was marred in the hands of the potter. നാം വചനത്തിൽ കാണുന്നുണ്ടല്ലോ കുശവന്റെ കയ്യിൽ ഒരു പാത്രം എങ്ങനെ ഉരുവായി വരുന്നുവെന്ന്.
in the potter's hand, the pot was marred, broken. കുശവന്റെ കയ്യിൽ ആ പാത്രം ഉടഞ്ഞുപോയി, ചീത്തയായി പോയി. And then we read he makes another pot after his own heart. അപ്പോൾ കുശവൻ അതിനെ വീണ്ടും എടുത്തിട്ട് തന്റെ ഹൃദയത്തിനൊത്തവണ്ണമുള്ള മറ്റൊരു പാത്രമാക്കി രൂപപ്പെടുത്തി. Yes, it is true. David had a broken and a contrite heart. But remember, finally God made his heart as a heart after the heart of God. പ്രിയരെ, ഈ ദാവീദിന്റെ ഹൃദയം തകർന്ന നുറുങ്ങിയമായ ഹൃദയമായി തീർന്നുള്ളത് വാസ്തവമാണെന്ന് വരികിലും പിൽക്കാലത്ത് ദൈവം അവന്റെ ഹൃദയത്തെ ദൈവത്തിന് ബോധിച്ച ഹൃദയമാക്കി മാറ്റി. I don't know whether you are getting the burden of my heart through the message. ഈ ദൂതിലൂടെ എന്റെ ഹൃദയത്തിലുള്ള അതേ ഭാരം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. You are wasting your time praying to get the money to get rid of your debts. ചുരുക്കമായി പറയട്ടെ, പണത്തിന് വേണ്ടിയുള്ളതായ പ്രാർത്ഥന പ്രാർത്ഥിച്ചും കടഭാരന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചും നിങ്ങളുടെ സമയം നിങ്ങൾ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. Oh, I am living in a small rented house. I am praying for 25 years for a little house. Nothing happened. കർത്താവേ, ഞാൻ 25 വർഷം കൊണ്ട് ഒരു ചെറിയ വീട്ടിൽ പാർക്കുന്നു, വാടക വീട്ടിൽ പാർക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഒരു ഫലവും ഉണ്ടാകുന്നില്ല. Oh, I have been waiting, looking for a job, but so far I couldn't get one. ഒരു ഉദ്യോഗം കിട്ടാൻ വേണ്ടി എത്രയോ വർഷം കൊണ്ട് ഞാൻ കാത്തിരിക്കുന്നു, അലയുന്നു, പക്ഷേ ഒരു ഉദ്യോഗം കിട്ടുന്നില്ല. Still your spiritual eyes are blind. നിങ്ങളുടെ ആത്മീയ നയനങ്ങൾ ഇപ്പോഴും കുരുടായി Do കാണപ്പെടുകയാണ്. you think that your loving heavenly Father allows all these problems because God is very cruel on you? ദൈവം സ്നേഹവാനായി ദൈവം നിങ്ങളൊരു ക്രൂരനായി ഇരുന്നു കൊണ്ട് ഈ വിധ പ്രശ്നങ്ങളെ അനുവദിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുകയാണോ? One man of God says sanctified afflictions are spiritual promotions. ഒരു ദൈവത്തിന് മനുഷ്യരിങ്ങനെ പറഞ്ഞു, വിശുദ്ധീകരിക്കപ്പെട്ടതായ കഷ്ടതകൾ ആത്മീയമായ സ്ഥാനക്കയറ്റമാണെന്ന്. When God allows some material problems in your life, നിങ്ങളുടെ ജീവിതത്തിൽ ചില ഭൗതികമായ പ്രശ്നങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ you are depromoted from your work in the office. അഥവാ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഉദ്യോഗത്തിൽ നിന്ന് തരം താഴ്ത്തൽ ഉണ്ടായിരിക്കട്ടെ. Suddenly some enemies rose up against you in your workplace, adversaries to get rid of you. നിങ്ങളുടെ ഉദ്യോഗസ്ഥാനത്ത് നിങ്ങൾക്ക് വിരോധമായി ചില ശത്രുക്കളും എതിരാളികളും എഴുന്നേറ്റ് നിങ്ങളെ അവിടുന്ന് പുറത്തു ചാടിക്കുവാനായി ശ്രമിക്കുകയാണെന്നിരിക്കട്ടെ. You are praying against that person. Lord, get rid of that person from the office. Transfer that person. നിങ്ങൾ ആ വ്യക്തിക്ക് വിരോധമായി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ മനുഷ്യനെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അയാളെ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റി കളയണമേ. You are wasting your time in prayer. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കി കളയുകയാണ്. You are wasting your precious tears. വളരെ നിങ്ങളുടെ വിലപ്പെട്ട കണ്ണുനീരിനെ നിങ്ങൾ പാഴാക്കുകയാണ്. When you have a definite material need, beloved child of God, definitely you have got a desperate spiritual need. ഭൗതികമായ ഒരു പ്രശ്നവും ആവശ്യം നിങ്ങൾ കൊണ്ടുവന്നു വരികിൽ അതിനർത്ഥം അതിനേക്കാൾ മഹത്തായ ഒരു ആത്മികമായ ആവശ്യവും പ്രശ്നവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നാണ്. And you must discover that spiritual need. നിങ്ങളുടെ ആത്മീയമായ ആവശ്യം എന്തെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. Then wonderfully you will see the hand of God solving that problem. And also spiritually you go forward. അങ്ങനെ കണ്ടെത്തിയാൽ ദൈവം അത്ഭുതകരമായിട്ട് അതിനെ പരിഹരിക്കുന്ന ദൈവത്തിന്റെ കരത്തെ കാണുവാൻ കഴിയും. ആത്മീയതയിൽ നിങ്ങൾ വളരെ വിശേഷിക്കപ്പെട്ട നിലയിൽ മുന്നേറുകയും ചെയ്യും. God wants that we may, when we go to the presence of God, we may become desperate. ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ നാം എല്ലാ നിലയിലും ഒരു നിർബന്ധിതമായ ഹൃദയ അവസ്ഥയിലായിരിക്കണം ദൈവം ആഗ്രഹിക്കുകയാണ്. If you are not desperate in receiving blessing from God, God will not be desperate in giving you blessings also. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വേണ്ടി നിർബന്ധിതമായ ഒരു ഹൃദയം നിങ്ങൾക്ക് ഇല്ല എന്ന് വരികിൽ നിങ്ങളെ അനുഗ്രഹിക്കാനുള്ളതായ ഒരു നിർബന്ധത ഹൃദയം ദൈവത്തിന് ഉണ്ടായിരിക്കുകയും a broken and a contrite heart, O God, thou wilt not despise. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലല്ലോ. Some time ago one of our believers sent me a letter. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു വിശ്വാസി എനിക്ക് ഒരു എഴുത്തയച്ചു. He told me what happened in his house. തന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചുവെന്ന് അതിൽ എഴുതിയിരുന്നു. While he was lying on his cot, his little baby was playing in the cot. താൻ കട്ടിലെനിക്ക് കിടക്കുന്നതായ സമയത്ത് തന്റെ ചെറിയ കുട്ടി ആ മുറിക്കകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. In that cot, in that bed. ആ കട്ടിലിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Then the father was enjoying seeing the child
playing. തന്റെ കുട്ടി കട്ടിലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിതാവ് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു. And he was watching also. ഇത് താൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Suddenly the child jumped and the child was about to fall out of the cot. പെട്ടെന്ന് കുട്ടി കട്ടിലിൽ നിന്ന് കുതിക്കുകയും ആ കട്ടിൽ താഴേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്തു. He could only catch hold of the little tiny hand of the child and pull the child from falling down and lifted up. തനിക്ക് ആ കുട്ടിയുടെ കയ്യിൽ മാത്രമാണ് പിടികിട്ടിയത്. എങ്കിലും ആ കയ്യിൽ തൂക്കി എടുത്ത് വീഴ്ചയിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കുവാൻ കഴിഞ്ഞു. But as he forcefully with great strength he lifted up the child's hand got sprained and the child started yelling with pain. തന്റെ ബലമുള്ള കരം കൊണ്ട് ഈ ചെറിയ ശിശുവിന്റെ ആ ചെറിയ കയ്യിൽ പിടിച്ച് വലിച്ചെടുത്തതായ വേളയിൽ ആ കുഞ്ഞിന്റെ കൈ ഉളുക്കുകയും സഹിക്കാനാവാത്ത വേദനയാൽ കരയുവാൻ തുടങ്ങി. It really broke the father's heart into thousands of pieces, so to say. ഈ കരച്ചിലും അവസ്ഥയും പിതാവിന്റെ ഹൃദയത്തെ 1000 കഷണങ്ങളായി തകർക്കുന്ന അവസ്ഥയായി തീർന്നു. He desperately cried, "Oh God, heal my child now." താൻ നിർബന്ധിതമായി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്റെ കുട്ടിയെ സൗഖ്യമാക്കണമേ. That very second the child stopped crying and got healed. അതേ നിമിഷത്തിൽ തന്നെ ഉടനെ ആ കുട്ടിക്ക് സൗഖ്യമായി കരച്ചിലും നിന്നു. And he heard a voice from heaven. അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നാണ് ഒരു ദൈവ ശബ്ദം കേട്ടു. This is the way I want my children to pray. എന്റെ മക്കൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് ഞാൻ ഈ വിധത്തിലാണ് ആഗ്രഹിക്കുന്നത്. This is the way my children should pray. എന്റെ മക്കൾ എന്നോട് പ്രാർത്ഥിക്കേണ്ടത് ഇതേ വിധത്തിലായിരിക്കണം. Immediately answer came. അങ്ങനെയെങ്കിൽ ഉടനെ ഞാൻ ഉത്തരം നൽകും. This is why 3 o'clock we are coming together here. This afternoon we are coming together here. ഇതേ ഉദ്ദേശത്തോടും ഇതേ നിലയിലുമായിരിക്കണം നാം 3 മണിക്ക് ഈ പന്തലിൽ പ്രാർത്ഥനയ്ക്കായി കൂടി വരേണ്ടത്. Not to pray for your child. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല. Not to pray for your family. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല. There is nothing wrong in praying for your child and family. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയോ കുടുംബത്തിന് പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല. But we must become really desperate. എന്നാൽ വാസ്തവമായി നാം ഒരു നിർബന്ധിത ഹൃദയമുള്ളവരായി തീർന്നിട്ട്, particularly when we pray desperately for others, that shows unselfishness in our prayer. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തോട് നിർബന്ധിതമായി നാം പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുള്ളതായ സഹതാപവും മനസ്സലിവാണ് അത് വെളിപ്പെടുത്തുന്നത്. When that father desperately cried, "Oh God, heal my child now." എന്റെ കുഞ്ഞിനെ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കിയ തീരുവ കർത്താവേ എന്ന് ആ പിതാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. His heart was broken into 1,000 pieces. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ അവന്റെ ഹൃദയം 1000 കഷണങ്ങളായി പൊട്ടിപ്പിളർന്നു പോയി. He couldn't hear the child cry. ആ കുഞ്ഞ് കരയുന്നത് തനിക്ക് കാണുവാൻ പോലും കഴിയാത്ത നിലയിലാണ് താൻ പ്രാർത്ഥിച്ചത്. And the desperate prayer God wonderfully immediately answered. ആ നിർബന്ധിതമായ നിലയിൽ അനിഷ്ടമായ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉടനെ ഉത്തരം നൽകി. We must take a real burden. So many people, not only in our church, outside other Pentecostal churches, nominal churches, other heathen may be coming. We must have an unselfish, broken heart to cry out for them. ഈ സഭയിലെ വിശ്വാസികൾ മാത്രമല്ല, ഇതര ബന്ധക്കോസ് വിഭാഗങ്ങളിലെ ക്രിസ്തീയ സമൂഹങ്ങളിലെ അക്രൈസ്തവരായ അനേക ആയിരങ്ങൾ ഇവിടെ കടന്നു വരികയാണ്. അവർക്ക് വേണ്ടി ദൈവത്തോട് നിർബന്ധിതമായി പ്രാർത്ഥിക്കത്തക്കവണ്ണം നമുക്കൊരു മനസ്സലിവുള്ള ഹൃദയം ഉണ്ടാകുന്നുവെങ്കിൽ അതാണ് സ്വാർത്ഥരഹിതമായ ഹൃദയം. Unless we are broken, God cannot make us a blessing. നാം തകർക്കപ്പെടാതെ ദൈവത്തിന് നമ്മളെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ സാധ്യമല്ല. There is a great blessedness in brokenness. തകർക്കപ്പെടുന്നതിൽ ഒരു വലിയ അനുഗ്രഹമുണ്ട്. And we read in Isaiah 53 verse 10, it pleased the Father to bruise Jesus or to break Jesus. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി എന്ന് വായിക്കുന്നു. So that son, the Lord Jesus Christ, became a blessing to the whole world and even in the coming world. അതിന്റെ ഫലമായി കർത്താവായ യേശു ക്രിസ്തു മുഴുവൻ ലോകത്തിനും ഒരു അനുഗ്രഹ മുഖാന്തരമായി തീർന്നു. വരുമാന ലോകത്തിലും അവൻ അനുഗ്രഹത്തിന്റെ മുഖാന്തരമായി. There is no blessedness without brokenness. തകർക്കപ്പെടുന്ന അനുഭവം ഇല്ലാതെ അനുഗ്രഹവും ഇല്ല. And
your prayer life will be changed when you see the true reason of your brokenness. നിങ്ങളുടെ തകർച്ചയുടെ ആ കാരണം നിങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിധത്തിന് ഒരു മാറ്റം ഉണ്ടാകും. And you know, God is not concerned about our material matters, its problems. That is only for a short time while we are on earth. നമ്മുടെ ഭൗതികമായ പ്രശ്നങ്ങളും ആവശ്യങ്ങളെ കുറിച്ച് ദൈവം അത്ര വിചാരമുള്ളവനല്ല. കാരണം ഇതൊക്കെ ലഭിച്ചാൽ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അല്പകാലത്തേക്ക് മാത്രമല്ലേ. In 1 second, all these things easily, all the material things God can give us. ഈ ഭൗതികമായ ആവശ്യങ്ങൾ ഒക്കെ നിറവേറ്റി തരാനും പ്രശ്നം പരിഹരിക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. You may have 10 lakhs of rupees debt. ഉദാഹരണം, നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നിരിക്കട്ടെ. God can give 10 billion rupees to you in 1 second. ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് 1 കോടി രൂപ തരുവാൻ കഴിയും. Our God is very rich. നമ്മുടെ ദൈവം മഹാസമ്പന്നനാകുന്നു. One saint says, our God by giving, he never becomes poor. നമ്മുടെ ഒരു വിശുദ്ധൻ ഒരിക്കലും ഇങ്ങനെ പറയുകയുണ്ടായി, നമ്മുടെ ദൈവം കൊടുത്ത് ദരിദ്രനാകില്ലെന്ന്. We sometimes we may think by giving we may become poor, but our God is not like that. നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ ആർക്കെങ്കിലും കൊടുത്താൽ ദരിദ്രനായി തീർന്നു പോകുമോ. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. ദൈവം അങ്ങനെ ആകുന്നില്ല. He can give abundance and abundance and abundance. In no way it will reduce the riches of glory in our God. അതേ, നമ്മുടെ ദൈവത്തിന് നമ്മളെ സമൃദ്ധിയായി ധാരാളമായി നൽകാൻ കഴിയും. അത് ദൈവത്തിന് മഹത്വത്തിന് ധനത്തിന് ഒത്തവണമാണ് തരുന്നത്. അതിനൊരിക്കലും കുറവ് ഭവിക്കയില്ല. How long, dear child of God, are you going to pray for job and house and money and material and the marriage of your children? How long you are going to waste your time? പ്രിയ ദൈവവൈതലേ, വീടിന് വേണ്ടി, പണത്തിന് വേണ്ടി, ഉദ്യോഗത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അവരുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെയും നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയം എത്ര നാൾ നിങ്ങൾ വൃഥാവാക്കും? Our God is not stone and wood and mud or something material in the world. നമ്മുടെ ദൈവം കല്ലോ മരമോ മണ്ണോ ഈ ഭൂമിയിൽ കാണുന്ന യാതൊരു ഭൗതിക വസ്തുവോ അല്ല. Our God is a living God, a loving God. നമ്മുടെ ദൈവം ജീവനുള്ളവനും സ്നേഹവാനുമായ ദൈവമാകുന്നു. He is caring for us more than we care for ourselves. നാം നമുക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ ഉപരിയായി അവൻ നമുക്കായി കരുതുന്നു. By the way, I don't mean to say you should never pray for material needs. Kindly don't think that way. ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കരുതെന്ന് സമർത്ഥിക്കുകയാണെന്ന് ആരും ധരിച്ചു പോകരുത്. I don't mean to say you should never pray for your child's marriage. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. I don't think that you should never pray for a job. ഒരു ഉദ്യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ സമർത്ഥിക്കുകയാണ്, ധരിക്കരുത്. What I want to share with you, that should not become a burden for you. നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് ഉള്ളതെന്താന്ന് ചോദിച്ചാൽ, നിങ്ങളെ സംബന്ധിച്ച് അതല്ല ശരിയായ ഭാരം. That should not become a main prayer subject for you. അത് നിങ്ങൾക്ക് വേണ്ടി ഒരു പാഴായ പ്രാർത്ഥന വസ്തുവായി കാണപ്പെടരുത്. Seek ye first the kingdom of God and his righteousness. All these things shall be added unto you. മുമ്പേ ദൈവത്തിന് രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. All these things are only just to be added unto that. ഈ ഭൗതികമായ ആവശ്യങ്ങളൊക്കെയും ഇതിനോട് ചേർത്ത് ലഭിക്കുകയാണ്. Suppose you go and buy a cloak from the shop. നിങ്ങൾ കടയിൽ പോയി ഒരു ക്ലോക്ക് വാങ്ങുന്നു എന്നിരിക്കട്ടെ. When you pay for that cloak, നിങ്ങൾ ആ ക്ലോക്കിനുള്ളതായ പണം അവർക്ക് കൊടുക്കുമ്പോൾ, the man on the counter, after taking the money, he will put this in a plastic bag or in a wrapper and give to you. കൗണ്ടറിലിരിക്കുന്നതായ മനുഷ്യന് പണം വാങ്ങിച്ചതിന് ശേഷമായിട്ട് ഈ ക്ലോക്ക് എടുത്ത് അത് ഒന്നായി പൊതിഞ്ഞ് ഒരു കവറിലാക്കി നമുക്ക് തരികയാണ്. For that plastic bag, he doesn't ask money. ഈ പ്ലാസ്റ്റിക് ബാഗിന് വേണ്ടി പ്രത്യേകം പണം ആവശ്യപ്പെടുന്നില്ല. When you pay for this, plastic bag is added to you. നിങ്ങൾ ഈ ക്ലോക്കിനുള്ളതായ പണം കൊടുക്കുമ്പോൾ പ്ലാസ്റ്റിക് ബാഗ് അതിനോട് കൂടെ തരുകയാണ്. Similarly, seek ye first the kingdom of God and his righteousness, then the plastic bag will be added unto you. ആയതുപോലെ മുമ്പേ ദൈവ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ പ്ലാസ്റ്റിക് ബാഗുകൾ ലഭിക്കുന്നതായിരിക്കും. All the material needs are like plastic bag. അഥവാ ഈ ഭൗതികമായ ആവശ്യങ്ങളൊക്കെയും പ്ലാസ്റ്റിക് ബാഗ് പോലെ മാത്രമാണ്. When you are willing to pay the price for the spiritual blessings, ആത്മീയ അനുഗ്രഹങ്ങൾക്കതായ വില നൽകാൻ നിങ്ങൾ തയ്യാറായാൽ, oh, this plastic bag will be, you don't need to ask for it.
the man after taking the money will put that in a plastic bag and give it to you. ഭൗതിക ആവശ്യങ്ങളായ പ്ലാസ്റ്റിക് ബാഗ് വേണ്ടി നിങ്ങൾ പണം കൊടുക്കേണ്ടി വരികയില്ല. അതേ ആ കൗണ്ടറിരിക്കുന്ന വ്യക്തി പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ട് നിങ്ങൾക്കത് തരും. And not only this, your spiritual life will shine with the glory of God. ഇത് കൂടാതെ ദൈവത്തിന്റെ മഹിമയാൽ നിങ്ങളുടെ ആത്മീയ ജീവിതം വെട്ടിത്തിളങ്ങും. I have only just few minutes more. In that I want to finish my message. ഏതാനും മിനിറ്റുകൾ കൂടെ മുൻപുള്ളത് ഉപയോഗിച്ച് ഞാൻ എൻ്റെ ദൂത് അവസാനിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. In the Bible we read in Acts of the Apostles chapter 6 and 7 about the trial that Stephen faced. അപ്പോസ്തല പ്രവൃത്തികൾ 6-7 അധ്യായങ്ങളിലേക്ക് നാം വരുമ്പോൾ സ്തെഫാനോസ് നേരിട്ടതായ പീഡയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. He was brought to, so to say, he was brought to the supreme court of the Jews. യഹൂദന്മാരുടെ ആ സുപ്രീം കോടതിയിലേക്ക് അവൻ വലിച്ചടയ്ക്കപ്പെട്ടു. And he was accused of the worst crime, blaspheming God. ദൈവദൂഷണമെന്ന ഏറ്റവും ഗുരുതരമായ കുറ്റം അവന്റെ മേൽ തെറ്റായി ആരോപിക്കപ്പെട്ടു. For Jews that was worse than murder. യഹൂദന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവദൂഷണം കൊലപാതകത്തെക്കാൾ കുറ്റകരമാണ്. Stephen was accused of that worst crime. അങ്ങനെ അവരുടെ ഏറ്റവും ഗുരുതരമായ കുറ്റം സ്തെഫാനോസിന്റെ മേൽ ചുമത്തപ്പെട്ടു. And the punishment was to stone the person to death. അതിനുള്ളതായ ശിക്ഷ അങ്ങനെയുള്ള മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നായിരുന്നു. Then they were ready to stone him to death. അങ്ങനെ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അവർ ഒരുമ്പെടുകയായി. He was in the deepest distress of his life. അവന്റെ ജീവിതത്തിലെ ഏറ്റവും ആഴമായ കഷ്ട സങ്കട നേരത്തേക്ക് എത്തിച്ചേർന്നു. A real time of deep distress. ഏറ്റവും ആഴമാർന്ന ദുഃഖത്തിന്റെ കഷ്ടത്തിന്റെ നിമിഷങ്ങൾ. When you know what did Stephen do? ആ സമയത്തെ സ്തെഫാനോസ് എന്ത് ചെയ്തെന്ന് അറിയാമോ? Please read Acts chapter 7 verse 54 and 55. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 54-55 വാക്യങ്ങൾ വായിക്കാം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. All around there was trouble. അവന് ചുറ്റുമെല്ലാം പ്രശ്നങ്ങൾ മാത്രം. There was nobody to support Stephen. ആ സ്തെഫാനോസിനെ പിന്തുണയ്ക്കുവാൻ ആരുമില്ല. He was in the deepest trouble. അവൻ ഏറ്റവും മോശമായ കഷ്ടത്തിലായിരുന്നു. All the people around him were his adversaries. അവന് ചുറ്റും നിൽക്കുന്നവരെല്ലാവരും അവൻ എതിരാളികളാണ്. Then what did he do? അപ്പോൾ അവൻ എന്ത് ചെയ്തു? He looked steadfastly to heaven. അവൻ നേരെ സ്വർഗത്തിലേക്ക് നോക്കി. When you are facing the greatest trial and problem in your life, നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ഗുരുതരമായ പരീക്ഷയും കഷ്ടവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, when you are going through brokenness, അഥവാ നീ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ, when your heart is broken into 1,000 pieces, നിന്റെ ഹൃദയം 1000 കഷണങ്ങളായി പൊട്ടി തെറിച്ചു പോയി നിനക്ക് തോന്നുമ്പോൾ, before breaking Jesus looked to heaven, and as Stephen being broken looked to heaven, we must look to heaven. യേശു അപ്പം നുറുക്കുന്നതിന് മുൻപ് സ്വർഗത്തിലേക്ക് നോക്കിയതുപോലെ, സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയതുപോലെ നമുക്ക് അപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കാം. When he looked, something very special happened. അവൻ അങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു വിശേഷിക്കപ്പെട്ട കാര്യം സംഭവിച്ചു. Do you know what he saw? അവൻ എന്ത് കണ്ടുവെന്ന് അറിയാമോ? He saw the glory of God. There are so many people who may see the glory of God. അവൻ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. അനേകർ ദൈവമഹത്വം ദർശിച്ചിട്ടുണ്ട്. But something very special happened. എന്നാൽ ഇവിടെ വിശേഷമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. What was that? അതെന്താകുന്നു? Jesus not sitting at the right hand of the Father, but standing on the right hand of the Father. യേശു പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയല്ല, വലതുഭാഗത്ത് നിൽക്കുന്നതായി കാണുകയാണ്. You know, in all other places in the Bible we read Jesus sitting at the right hand of the Father. ഇതൊഴികെ വേദപുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും യേശു പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നാണ് നാം കാണുക. But in this text 55 and 56 we read Jesus standing on the right hand of the Father. എന്നാൽ ഇവിടെ 55-56 വാക്യങ്ങളിൽ യേശു പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായി കാണുന്നു.
when we, beloved ones, what is the moral we learn from this? പ്രിയരെ, ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഗുണപാഠം എന്താണ്? When you are broken into 1,000 pieces, നിങ്ങൾ 1000 കഷണങ്ങളായി പൊട്ടിത്തകരുന്ന വേളകളിൽ, when there is no one around to help you, to comfort you, to solace you, നിങ്ങളെ ആശ്വസിപ്പിക്കാനോ നിങ്ങളെ പിന്തുണയ്ക്കുവാനോ നിങ്ങളെ ചുറ്റും നോക്കിയിട്ട് ഒരാളെ പോലും കണ്ടെത്താതിരിക്കുമ്പോൾ, everybody is rejecting you, എല്ലാവരും നിങ്ങളെ തള്ളിക്കളയുമ്പോൾ, everybody is despising you, എല്ലാവരും നിങ്ങളെ തുച്ഛീകരിക്കുമ്പോൾ, all are ready to stone you, എല്ലാവരും നിങ്ങളെ കല്ലെറിയുവാൻ തുനിയുമ്പോൾ, that is the time we have to steadfastly look to heaven. നേരെ നാം സ്വർഗത്തിലേക്ക് നോക്കേണ്ട നിമിഷം അതാണ്. Then he saw the glory of God, അവൻ നോക്കിയപ്പോൾ ദൈവത്തിന്റെ തേജസ് കണ്ടു. and he did not see Jesus sitting at the right hand of the Father like in other texts, but standing on the right hand of the Father. തിരുവചനത്തിൽ മറ്റു ഭാഗങ്ങൾ കാണുന്നത് പോലെ യേശു പിതാവിന് വലത്തുഭാഗത്ത് ഇരിക്കുന്നതായിട്ടല്ല, പിതാവിന് വലത്തുഭാഗത്ത് നിൽക്കുന്നതായി അവൻ കാണുന്നു. Precious child of God, ദൈവത്തിന്റെ വിലപ്പെട്ട പൈതലേ, when your heart is broken into pieces, നിന്റെ ഹൃദയം കഷണങ്ങളായി പൊട്ടിത്തകരുന്ന സന്ദർഭങ്ങളിൽ, with that broken heart, when you look to heaven, ആ തകർന്ന ഹൃദയത്തോടുകൂടെ നീ സ്വർഗത്തിലേക്ക് നോക്കുമെങ്കിൽ, Jesus cannot sit at the right hand of the Father. യേശുവിന് പിതാവിന് വലത്തുഭാഗത്ത് ഇരിക്കാൻ സാധ്യമല്ല. He will rise up from the throne and stand to fight for you, to help you. ആ സിംഹാസനത്തിന് വലത്തുഭാഗത്ത് അവൻ ഉടനെ എഴുന്നേറ്റ് നിന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. What a comfort! What a comfort! Jesus not seated, but he is standing at the right hand of the Father. യേശു ഇരിക്കുന്നതായിട്ടല്ല, പിതാവിന് വലത്തുഭാഗത്ത് നിൽക്കുന്നതായി കാണുന്നത് എത്ര ആശ്വാസകരമാണ്. Then how was the face of Stephen? ആ സന്ദർഭത്തിൽ ഈ സ്തെഫാനോസിന്റെ മുഖം എങ്ങനെയായിരുന്നു? In few seconds or minutes he was going to die. ഏതാനും മിനിറ്റുകൾക്കകമോ നിമിഷങ്ങൾക്കകമോ അവൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടും. All around people are ready to stone him. അവന് ചുറ്റും നിൽക്കുന്നവരെല്ലാം കല്ലുമെടുത്ത് എറിയാൻ ഓങ്ങി നിൽക്കുകയാണ്. We read in the word of God, the very murderers who were about to stone him to death, when they looked at Stephen, Stephen's face was like a sweet, calm, holy angel. അവനെ കല്ലെറിയുവാനായിട്ട് കല്ല് ഓങ്ങി നിന്ന ആ കൊലപാതകന്മാർ അവൻ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശാന്തമായി മാധുര്യമായി തേജസ് നിറഞ്ഞ ഒരു ദൈവദൂതന് മുഖം പോലെ ഒരു മുഖത്തെ ദർശിക്കാൻ കഴിഞ്ഞു. Can you imagine a dying man's face is like a sweet, calm, holy angel? ഒരു മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ മുഖം ഇത്ര ശാന്തസുന്ദരമായിട്ട് ഒരു ദൈവദൂതന്റെ മുഖം പോലെ ഒരു വിശുദ്ധ മുഖമായി കാണുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? In everything is all right. We have good health and wealth and name and fame. We may smile like an angel, that anybody may do. പേരും പ്രശസ്തിയും അതേ പണവും സമ്പത്തും എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും നോക്കി ചിരിക്കാം, നമ്മുടെ മുഖം ദൈവദൂതനെ പോലെ മറ്റുള്ളവർക്ക് തോന്നിയെന്നും വരാം. When everything is going wrong, എന്നാൽ എല്ലാം മോശമായി സംഭവിക്കുമ്പോൾ, you are about to die, നിങ്ങൾ ഏറെക്കുറെ മരണത്തോട് അടുക്കുമ്പോൾ, everybody has rejected you, എല്ലാവരും നിങ്ങളെ തള്ളിക്കളയുമ്പോൾ, you are falsely accused and punished, അതെ നിങ്ങളെ തെറ്റായി കുറ്റാരോപണം നടത്തി നിങ്ങളെ ശിക്ഷിക്കാൻ ഒരുമ്പെടുമ്പോൾ, naturally people will cry. സ്വാഭാവികമായും ജനങ്ങൾ കണ്ണുനീരിലാകും. They have self pity, poor me, everybody is rejecting me. അവർക്ക് ഒരു സ്വയ അനുതാപം ഉണ്ടാവുകയും സ്വയ സഹതാപം ഉണ്ടാവുകയും, ഓ എല്ലാവരും എന്നോട് സഹതാപം കാണിക്കണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. Everybody is hating me, എല്ലാവരും എന്നെ വെറുക്കുകയാണ്, everybody is trying to stone me. എല്ലാവരും എന്നെ കല്ലെറിയാൻ നിൽക്കുകയാണ്. Beloved ones, പ്രിയരേ, yes, today some of you have come with a broken heart. നിങ്ങളിൽ ഇന്ന് ചിലര് തകർന്ന ഹൃദയത്തോടെ ആയിരിക്കാം വന്നിരിക്കുന്നത്. Don't look around, നിങ്ങൾ ചുറ്റും നോക്കേണ്ട, look up. ഉയരത്തിലേക്ക് നോക്കാം. When you see the glory of God, അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് കാണും. with a broken heart, when you look, your loving Jesus will not sit on the comfortable throne at the right hand of the Father. He will rise up and stand to fight for you. അവന്റെ പൈതലായി നീ തകർന്ന ഹൃദയത്തോടെ മുകളിലേക്ക് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ
നിന്നെ കണ്ട് സഹിക്കാൻ കഴിയാതെ ആ പിതാവിന് വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. Then your face will be shining like an angel. അത് കാണുമ്പോൾ നിന്റെ മുഖം ദൈവദൂതനെ പോലെ പ്രകാശിക്കും. You will go from glory to glory. നീ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് കടന്നു ചെല്ലും. No devil will be able to touch you. ഒരു പിശാചിനും നിന്നെ തൊടാൻ സാധ്യമല്ല. No sin will be afraid to touch you. Sin will be afraid to touch you. ഒരു പാപവും നിന്നെ തൊടുവാൻ ഭയപ്പെടും. Oh, you will not be afraid of sickness. Sickness will be afraid of you. നീ രോഗത്തെ ഭയപ്പെടുകയില്ല, രോഗം നിന്നെ ഭയപ്പെടും. You will go from glory to glory and will appear in Zion and New നീ Jerusalem. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പോയി പുതിയ യെരൂശലേമും സിയോനുമായി വെളിപ്പെടും. May God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിരസിക്കില്ല അവൻ അരുളും ആവശ്യം